blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ സമയത്ത് ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ബാംഗ്ലൂരിൽ നിന്നുള്ള ജോൺ വർഗീസിന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ മകൻ ജിത്തുവിൻ്റെ വിവാഹം കർത്താവെ അങ്ങ് നടത്തി കൊടുത്തതിന് അവരോടെല്ലാവരോടും ചേർന്ന് അങ്ങേക്ക് ഞങ്ങൾ ഈ സമയത്ത് നന്ദി പറയുന്നു. ജിത്തുവിനും തൻ്റെ ഭാര്യ നന്ദിതയ്ക്കും വളരെ നല്ല ഒരു ഫാമിലി ലൈഫ് കർത്താവെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ സിംഗപ്പൂരിലുള്ള ഒരു പെർമനൻറ്റ് റെസിഡൻറ്റ് വിസ കർത്താവെ അവർക്ക് ലഭിക്കേണ്ടതിനായി ഞങ്ങൾ ഈ സമയത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മകൾ ഡോക്ടർ ജീനു വർഗീസിനും അവളുടെ ഭർത്താവ് ഡോക്ടർ അരുൺ രവി ജോണിനും വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, ഒരു നല്ല കുടുംബജീവിതം അവർക്ക് നൽകണമേ. പ്രത്യേകിച്ച് ഡോക്ടർ അരുണിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു UN മിഷനിൽ സുഡാനിൽ താനായിരിക്കുന്നല്ലോ, അവിടെ കർത്താവ് എല്ലാ നിലകളിലും തന്നെ അനുഗ്രഹിച്ച് സുരക്ഷിതനാക്കി അങ്ങ് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ഇരുവർക്കും MD അഡ്മിഷൻ ലഭിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ അവർക്ക് വളരെ നല്ല ഒരു കുഞ്ഞിനെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ കർത്താവെ, ഇവരുടെ ബിസിനസ് സെലക്ട് സോഫ്റ്റ്വെയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് അനുഗ്രഹിക്കപ്പെട്ട് ആ ബിസിനസ് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോ ബ്രദർ ഫിലിപ്പ് ചാണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് മാത്രമല്ല, തൻ്റെ മകൻ സഞ്ജുവിൻ്റെ വിവാഹം എത്രയും വേഗം നടക്കേണ്ടതിന് ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഈ കുടുംബത്തെ ഐശ്വര്യമായി അങ്ങ് അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജോൺ വർഗീസ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഈ ആഴ്ചയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ മെഗാ ഫെസ്റ്റിവലിലേക്ക് ഒരിക്കൽ കൂടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പോകാം. ക്ഷമിക്കുവാനുള്ള ഒരു വചനമായിരുന്നു ശുശ്രൂഷിച്ചത്. അത് എനിക്ക് എൻ്റെ കുടുംബങ്ങളോടും കൂട്ടുകാരന്മാരോടും എല്ലാം വളരെ ദേഷ്യവും വിദ്വേഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ആ വചനത്തിലൂടെ എനിക്ക് എൻ്റെ കുടുംബക്കാരോടും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളോടും ഒക്കെ ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ഉള്ള ഒരു വൻ കൃപ തന്നെ ലഭിച്ചു എനിക്ക്. പേർക്ക് മുടിയൻ പുത്രന്റെ ഉപമയെക്കുറിച്ച് അറിയാം, പലർക്കും അറിയാം. ഒരിക്കലൊരു മകനുണ്ടായിരുന്നു. ഒരു പിതാവിന് 2 ആൺമക്കളുണ്ടായിരുന്നു. ആ 2 ആൺമക്കളിൽ മൂത്തവൻ നല്ലവനായിരുന്നു. പിതാവിൻ്റെ കൂടെ എല്ലാ ജോലിയും ചെയ്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ച് നല്ല അച്ചടക്ക മനോഭാവത്തിൽ ജീവിക്കുന്നവനായിരുന്നു മൂത്ത മകൻ. ഇളയ മകനാകട്ടെ കുറച്ചധികം കൂട്ടുകെട്ടും കുറച്ചധികം പ്രശ്നങ്ങളും ഒക്കെയുള്ളവനായിരുന്നു. ഒരു ദിവസം ഇളയ മകൻ നിന്നിട്ട് പറഞ്ഞു, അപ്പ എൻ്റെ സ്വത്ത്, നിൻ്റെ സ്വത്തുണ്ടല്ലോ, അതിൻ്റെ ഒരു പങ്ക് എനിക്കുള്ളതാണ്, എൻ്റെ പങ്ക് പോരട്ടെ, ഞാൻ ആ പങ്കും വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങ് പോവുകയാണ്, വേറെ ബിസിനസ്സൊക്കെ നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. ഗത്യന്തരമില്ലാതെ അപ്പൻ തൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം വീതിച്ച് ഇളയ മകന് കൊടുത്തുവിട്ടു. അവൻ ആ സ്വത്തുമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള രൂപേണ പോയിട്ട് കൂട്ടുകാരുമായി കറങ്ങിയടിച്ച് ലാത്തിയടിച്ച് പണം മുഴുവൻ ദുർവിനിയോഗം ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ട് ജോലിയുമില്ല, കൂട്ടുകാരുമില്ല, പൈസയുമില്ലാത്ത പരഗതിയിലായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആൾ ഒരു സ്ഥലത്ത് ഒരു പന്നിയെ മേയ്ക്കുന്നവരുടെ വയലിൽ ചെന്ന് പന്നി
പന്നികളെ നോക്കുന്ന ജോലി താനിപ്പോൾ എടുത്തിരിക്കുകയാണ്. അങ്ങനെ പന്നിക്കൂട്ടങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം തനിക്കൊരു സുബോധമുണ്ടായി. താൻ ചിന്തിച്ചു, അയ്യോ, ഞാൻ ഇങ്ങനെ ഒരു പന്നികളെ നോക്കുന്ന ജോലി ചെയ്യുന്ന ഒരു സാധാരണ ജോലിക്കാരനായിട്ട് നിൽക്കുകയാണല്ലോ. എൻ്റെ അപ്പൻ്റെ വീട്ടിലുള്ള വേലക്കാർ പോലും ഓരോ നേരവും എന്ത് നല്ല ഭക്ഷണമാണ് കഴിക്കുന്നത്, എത്ര സൗകര്യത്തിലാണ് എൻ്റെ അപ്പൻ്റെ അടുക്കലുള്ള വേലക്കാർ ജീവിക്കുന്നത്. ഞാനിവിടെ പന്നിയുടെ തവിടും തിന്ന് ജീവിക്കുകയാണല്ലോ എന്നോർത്തപ്പോൾ തനിക്ക് സുബോധമുണ്ടായി. താൻ ഇങ്ങനെ തീരുമാനിച്ചു, ഞാൻ മടങ്ങിപ്പോകും, എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അപ്പൻ ഒരു പക്ഷേ എന്നെ വേണ്ട എന്ന് പറയുമായിരിക്കും. എങ്കിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ കാൽക്കൽ വീണിട്ട് ഞാൻ മാപ്പ് പറയും, എന്നോട് ക്ഷമിക്കണം എന്ന് പറയും. എന്നിട്ട് ഞാൻ പറയും, ഞാൻ അവകാശം മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് പോയതല്ലേ, അതുകൊണ്ട് എൻ്റെ മോനൊന്നും ആക്കണ്ടേ, ഇനി നിങ്ങളുടെ വീട്ടിലൊരു ജോലിക്കാരനെ പോലെ എന്നെ കരുതി എനിക്കൊരു ജോലിയും കുറച്ച് ശമ്പളവും മാത്രം തന്നാൽ മതി എന്ന് ഞാൻ അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറയും. ഇതൊക്കെ തീരുമാനിച്ചിട്ട് ഒരു ദിവസം താൻ നടന്ന് വണ്ടിയില്ല, വാഹനങ്ങളൊന്നുമില്ല, യാത്ര ചെയ്യാൻ കയ്യിൽ വാഹനം പിടിക്കാനുള്ള പണവുമില്ല. അതുകൊണ്ട് ദൂരെ അവൻ നടന്ന് തൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അപ്പൻ്റെ സ്ഥിതി ഒന്ന് ഓർക്കൂ. മാസങ്ങളായിട്ട് മകനെ കാണാതെ തൻ്റെ ഹൃദയം വേദനിച്ചിരിക്കുകയാണ്. താൻ ജനാലയിലൂടെ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അകലെ നിന്നേ നടന്നു വരുന്നു. ഏതോ ഒരു യാചകനെ പോലെ തോന്നുന്നുണ്ട്. കുറച്ചുകൂടി അടുത്ത് വന്നപ്പോൾ ഏതോ എൻ്റെ മകൻ്റെ പോലൊരു തോന്നൽ തോന്നുന്നു. കുറച്ചും കൂടി അടുത്ത് വന്നു, അല്ല, അത് അവൻ തന്നെയാണ്. അപ്പൻ വളരെ വേഗത്തിൽ വീടിനകത്ത് നിന്ന് തൻ്റെ മുകൾ നിലയിൽ നിന്ന് വേഗത്തിൽ താഴേക്ക് ഓടി വന്നു. ഗേറ്റിനടുക്കിലേക്ക് താൻ വന്നു. ഇതാ തൻ്റെ മകൻ നിൽക്കുകയാണ്. മകൻ അപ്പനെ കണ്ടു. അപ്പാ, ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇനി അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, ഇല്ല മകനെ, നിന്നെ ഞാൻ അങ്ങനെ ഒരു കൂലിക്കാരനാക്കിയില്ല. എൻ്റെ മകൻ നഷ്ടപ്പെട്ടിരുന്നു, ഇതാ അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. വരുവിൻ, നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം എന്ന് പറഞ്ഞ് മകൻ്റെ കൈക്ക് ഒരു വലിയ മോതിരമൊക്കെ ഇടിവിച്ച്, കാലിൽ പിന്നെ ഒരു ചെരുപ്പൊക്കെ ഇടിവിച്ച്, പുതിയ വസ്ത്രമൊക്കെ കൊടുത്തൊരു മേൽവസ്ത്രമൊക്കെ കൊടുത്ത് മകനെയും കൊണ്ട് ഒരു വലിയ വീട്ടിനകത്ത് വലിയ തടിപ്പിച്ച കാളക്കുട്ടി എല്ലാം അറുത്ത് വലിയ സദ്യയൊക്കെ ഒരുക്കി സന്തോഷിച്ച് ജീവിക്കുകയാണ്. അപ്പോഴാണ് മൂത്ത മകൻ വരുന്നത്. മൂത്ത മകൻ വന്നിട്ട് പറഞ്ഞു, അയ്യോ, അത് ശരിയായില്ല. ഇളയ മോൻ ഇത്രയും നാൾ കാണാതെ പോയപ്പോൾ അവൻ തിരിച്ചു വന്ന് ഇത്രയും നഷ്ടമാക്കിയിട്ട് പോലും അവൻ ഇത്രത്തോളം സ്നേഹിക്കുന്നുവോ? അപ്പോൾ അപ്പം പറഞ്ഞു, അത് സാരമില്ലട മോനെ, അവൻ ഇപ്പോൾ കാണാതെ കിട്ടിയത് കൊണ്ടല്ലേ, ഇപ്പോൾ അവൻ വന്നപ്പോൾ ഞാനൊരു ഇത് കൊടുത്തുന്നില്ലൂ, ബാക്കി മുഴുവൻ സ്വത്തും നിൻ്റേത് തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് മൂത്ത മകനെ ആശ്വസിപ്പിച്ചു. ഈ കഥയിൽ യേശു കർത്താവ് പറഞ്ഞിട്ടുള്ള ഈ കഥയിൽ ഒരു മുടിയനായ പുത്രൻ, അത് ഇളയ മകനാണ്. അപ്പോൾ തന്നെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു മൂത്ത മകനുമുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, മുടിയനായ മകനും മൂത്ത മകനും. ഇപ്പുറത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, മുടിയനായ പുത്രനും മൂത്ത പുത്രനും. രണ്ട് പുത്രന്മാർ, മുടിയൻ പുത്രനും മൂത്ത പുത്രനും. ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്. മുടിയൻ പുത്രന്റെ ആറ്റിറ്റ്യൂഡ്, അവന്റെ മനോഭാവം എന്താണ്? അതെ, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് എൻ്റെ അപ്പനിൽ നിന്ന് സ്വീകാര്യത, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഇനി കൂലിക്കാരനെ പോലെ ചിലത് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഇളയാളുടെ മുടിയൻ പുത്രന്റെ തീരുമാനം. എന്നാൽ മൂത്തപുത്രൻ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ അപ്പൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇനി എൻ്റെ അപ്പൻ എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതി. മനസ്സിലായോ? രണ്ടുപേരും ഇത്തരം മനോഭാവത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ഇതൊന്നുമല്ല. നാം പാപം ചെയ്താലും, നാം മുടിയൻ പുത്രന്റെ സ്ഥാനത്താണെങ്കിലും, നാം യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്നവരാണെങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. പാപത്തെ വെറുക്കുന്നു, പക്ഷെ പാപിയെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവസ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽക്കാശ് മുടക്കണ്ട, ഒരു പ്രവൃത്തിയും ചെയ്യണ്ട, ഒരു സ്ഥലത്തും പോയി സന്ദർശിക്കേണ്ട. ദൈവസ്നേഹം, നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ വിളിച്ച് ആരാധിക്കുന്നുണ്ടെങ്കിൽ, ദൈവസ്നേഹം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എല്ലായ്പ്പോഴും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്നേഹിക്കപ്പെടണം എന്നുള്ളത്. ആരെങ്കിലും നമ്മളെല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഭർത്താവ് നമ്മെ സ്നേഹിച്ചില്ലെങ്കിൽ, ഭാര്യ നമ്മെ സ്നേഹിച്ചില്ലെങ്കിൽ, മക്കൾ നമ്മെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ വളരെ നിരാശരായി പോകും. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ അഭിലാഷമാണ് സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. നമ്മെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പിന്നിലെ പ്രേരക ശക്തി പോലും സ്നേഹമാണ്.
ഒത്തിരി സഹോദരിമാർ പറയാറുണ്ട്, ഞാനൊരു കൗൺസിലർ കൂടെ ആയതുകൊണ്ട് പല സഹോദരിമാരും കൗൺസിലിങ്ങിന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, എൻ്റെ പൊന്നു സഹോദരി, ഇതിയാൻ്റെ സ്വഭാവം എല്ലാം കൊണ്ട് എനിക്ക് ജീവിച്ചിരിക്കണമെന്നില്ല. ഇദ്ദേഹം ഇതെല്ലാം കാണിക്കുമ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതി, ഇദ്ദേഹം എന്നെ വിട്ടുപോയത് കൊണ്ട് എനിക്ക് മരിച്ചാൽ മതി, ആളുകളുടെ പരാതികൾ കൊണ്ട് എനിക്ക് ചത്താൽ മതി, പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും ആരോടൊക്കെയോ ഉള്ള സ്നേഹം എന്ന് പറയുന്ന പ്രേരക ശക്തിയാണ് പലപ്പോഴും മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകം എന്നുള്ളത്. എന്നാൽ നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നത് ദൈവസ്നേഹം നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ടാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. എന്നാൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്, അത് ആത്മീക സ്നേഹമാണ്. എന്നാൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് സ്നേഹബന്ധങ്ങൾ ഉള്ളപ്പോൾ തന്നെ കുടുംബ ബന്ധങ്ങൾ നമുക്കുണ്ട്. മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധമുണ്ട്. ഭാര്യ ഭർത്തൃബന്ധം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം, അധ്യാപക ഗുരു ശിഷ്യ ബന്ധം, അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങൾ, അപ്പോൾ തന്നെ ചങ്ങാതിമാർ തമ്മിലുള്ള ബന്ധങ്ങൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾക്കിടയിലാണ് ഓരോ വ്യക്തിയും ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. പലപ്പോഴും മനുഷ്യന്, ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ എല്ലായ്പ്പോഴും സ്നേഹത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവരാണ്. എന്നാൽ ഇതുപോലെ ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എൻ്റെ കൂടെയില്ല, ആരും എന്നെ സഹായിക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ഞാൻ തള്ളപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ഉള്ളിൽ നിങ്ങൾ വിങ്ങുന്നുണ്ട്, കരയുന്നുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഇവിടെ അവസാനിക്കുന്നത് നിങ്ങളുടെ ഈ ഭാരം ഇവിടെ ഇറക്കി വെച്ച് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു തൂവൽ എങ്ങനെ കനമില്ലാതിരിക്കും അതുപോലെ ഭാരരഹിതരായിട്ടാണ് ഇന്നത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കഴിഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോകാനായിട്ട് പോകുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വേദനയൊക്കെ ഉണ്ടല്ലോ, സ്വയമുള്ള വേദനയാണ്. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് റിജക്ഷൻ എന്നാണ്, തള്ളപ്പെട്ടിരിക്കുന്ന വേദന. സ്വയം ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുണ്ട്. സെൽഫ് റിജക്ഷൻ എന്ന് പറയും. സ്വയം എന്നെ കാണാൻ കൊള്ളൂല, എൻ്റെ മുഖം കണ്ടില്ലേ, ഇത് ശരിയല്ല, എൻ്റെ കണ്ണ് ശരിയല്ല, എനിക്ക് സൗന്ദര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങൾ ഒരു വലിയ സുന്ദരനും സുന്ദരിയുമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ വെറുതെ വേവലാതിപ്പെടുന്നേ മക്കളെ? ഹല്ലേലൂയ. നിങ്ങളെ ജനിപ്പിച്ച നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങൾ സുന്ദരന്മാരും സുന്ദരികളുമാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും വേവലാതിപ്പെടരുത്. 1. 2, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ബൈബിൾ പറയുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ രൂപത്തിൽ, ദൈവത്തിൻ്റെ ആത്മീക രൂപത്തിൽ, ദൈവത്തിൻ്റെ ആത്മീക സ്വരൂപത്തിൽ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ ഏറ്റവും സുന്ദരന്മാരാണ്, സുന്ദരിമാരാണ്. ഹല്ലേലൂയ. എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, എല്ലാ മനുഷ്യരും ഒരിക്കലും ഒരുപോലെ ഇരിക്കില്ല. എല്ലാ മനുഷ്യർക്കും ഒരുപോലെയുള്ള നിറമുണ്ടാകില്ല, ഒരുപോലുള്ള സൗന്ദര്യമായിരിക്കില്ല, വ്യത്യസ്തമായിരിക്കും. പക്ഷേ മനുഷ്യൻ്റെ സൗന്ദര്യത്തിൽ മാത്രമല്ല കാര്യം ഇരിക്കുന്നത്, മനുഷ്യൻ്റെ സ്വഭാവത്തിലും അവൻ്റെ വ്യക്തിത്വത്തിനും ഒക്കെ വളരെയധികം പ്രാധാന്യം ദൈവവും സമൂഹവും കൽപ്പിച്ചിട്ടുണ്ട്. പ്രായമായാൽ പോലും ചില അമ്മച്ചിമാരൊക്കെ പറയും, ഈ മറക് ഇവിടെ വന്നത് അത് ശരിയായില്ല എന്നൊക്കെ പറയും. ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, ഞാൻ ഒന്നുമല്ല, ഞാൻ കൊള്ളില്ല, ഞാൻ ശരിയല്ല, എനിക്കിതൊക്കെ ചെയ്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ എന്ത് തുടങ്ങിയാലും പരാജിതനാകും, എന്ത് തൊട്ടാലും നശിക്കപ്പെടും എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരാൾ സംസാരിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവത്തിൻ്റെ ശബ്ദമല്ല, അത് നിങ്ങളുടെ ശബ്ദമല്ല, അത് സാത്താൻ്റെ ശബ്ദമാണ്. നിങ്ങൾ തോറ്റുപോകും, നിങ്ങൾ ജയിക്കുകയില്ല, നിങ്ങളൊരു പരാജയമാണ്, നിങ്ങൾക്കൊരിക്കലും നല്ലൊരു വ്യക്തിയായി തീരുകയില്ല എന്നൊക്കെ പറയുന്നത് സാത്താനാണ്. നിങ്ങളെ തകർക്കുവാനുള്ള സാത്താന്റെ ഏറ്റവും വലിയ ആയുധമാണ് നിങ്ങൾ തന്നെ കൊള്ളില്ല എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം ഞാൻ എന്നും കാണുന്ന ഒരാളാണ്. 7 to 7:30. ഒരിക്കലും ഞാനത് മിസ് ചെയ്യാറില്ല. വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്.
അത് കണ്ടില്ലെങ്കിൽ നമ്മൾ എന്തോ മിസ് ചെയ്ത പോലെയുള്ള ഒരു അനുഭവമാണ് എന്നിൽ ഫീൽ ചെയ്യാറുള്ളത്. അമ്മച്ചിയുടെ ഒരു വേശു എന്നാണ്, വരയിടം വേശു. യേശു എന്നാണോ ഓർത്തുപോയി. വേശു എന്നാണ്, വേശു എന്നാണ് ഈ അമ്മച്ചിയുടെ വരയിടം തൃശ്ശൂർ എന്ന് തന്നെയാണ് അമ്മച്ചി വരുന്നത്. ഈ അമ്മച്ചിക്ക് കഴിഞ്ഞ വർഷം കർത്താവ് കൊടുത്ത ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ഈ അമ്മച്ചി കഴിഞ്ഞ വർഷം താൻ കുളിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കി അത് താൻ ബാത്റൂമിൽ കൊണ്ടുപോകുന്ന വഴി താൻ ബക്കറ്റിലേക്ക് പകർത്തുന്ന വഴി തൻ്റെ വലത്ത് കാലിലേക്ക് ആ ചൂടുവെള്ളം വീണു. തൻ്റെ കാൽപാദത്തിൻ്റെ അവിടെ വല്ലാതെ പൊള്ളി. തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ ട്രീറ്റ് ചെയ്തു, തന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അത് പൂർണ്ണമായ ഒരു സൗഖ്യത്തിലേക്ക് വന്നിരുന്നില്ല. ആ പ്രായം കൂടുതലുള്ളതുകൊണ്ട് ഒത്തിരി ട്രീറ്റ്മെൻറ്റ് തനിക്ക് വേണ്ടി അതിനുവേണ്ടി അമ്മച്ചി ചെയ്തു. താൻ എല്ലാ ദിവസവും അത് പഴുത്ത് പൊട്ടി, ഏകദേശം അമ്മച്ചി പറയുന്നത് 6 മാസക്കാലത്തോളം അതിങ്ങനെ പൊട്ടി പഴുത്ത് അതിനകത്തുകൂടി പഴുപ്പും വെള്ളവും ചലവും എല്ലാം വന്നുകൊണ്ടിരുന്നു. അമ്മച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് തൻ്റേതായ ഒരു കാര്യം പോലും ചെയ്യുവാൻ ഏകദേശം 6 മാസത്തോളം തനിക്ക് സാധിച്ചിരുന്നില്ല. രണ്ടുപേര് തന്നെ താങ്ങിയാണ് എവിടെയെങ്കിലും താൻ പോകണമെങ്കിൽ, തനിക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിലൊക്കെ 2 പേര് താങ്ങിയാണ് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സ്വന്തം കാര്യം ഒന്നും ചെയ്യുവാൻ തനിക്ക് സാധിച്ചിരുന്നില്ല. ഒരിടത്തു നിന്ന് നിരങ്ങി കാലിങ്ങനെ മടക്കി വെച്ച് അമ്മച്ചി അത് അവിടെ കാണിച്ചു തന്നു. നിരങ്ങിയാണ് താൻ ഒരിടത്തു നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകണമെങ്കിൽ താൻ ചെയ്തുകൊണ്ടിരുന്നു. 6 മാസത്തോളം വല്ലാതെ പ്രയാസപ്പെട്ടു. ഒത്തിരി താൻ അതിനുവേണ്ടി മരുന്നെല്ലാം ചെലവഴിച്ചു, പക്ഷേ സൗഖ്യമായില്ല. പക്ഷേ എല്ലാ ദിവസവും നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം ഈ അമ്മച്ചി കണ്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ വർഷം താൻ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഡാമിയൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കാലിൽ ചൂടുവെള്ളം വീണ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു, വിശ്വസിച്ച് ഏറ്റെടുത്ത് അതിപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞു. ഈ അമ്മച്ചി ചെയ്തത് തൻ്റെ കാലിലേക്ക് കൈ നീട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ അമ്മച്ചി പറഞ്ഞത് എനിക്കൊട്ടും നടക്കുവാൻ സാധിച്ചില്ല. അമ്മച്ചി ചെയ്തത് തൻ്റെ പൊട്ടിയ കാല് താൻ ചവിട്ടി നോക്കി, അമർത്തി നോക്കി. പക്ഷേ ആ സമയത്ത് വേദന താൻ അനുഭവപ്പെട്ടില്ല. പതുക്കെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ വ്രണം മുഴുവൻ ഉണങ്ങാൻ തുടങ്ങി. ആ തൊലിയെല്ലാം തിരിച്ചു വരാൻ തുടങ്ങി. പഴുപ്പ് മാറിപ്പോയി, എല്ലാ പ്രയാസവും മാറി. പൂർണ്ണ സൗഖ്യത്തിലേക്ക് ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ അമ്മച്ചി വന്നു. ഇപ്പോൾ ഇപ്പോൾ നടക്കാം, ഒരു കുഴപ്പവുമില്ല, ഒരു പ്രയാസമില്ല. നമുക്ക് ആ കാലിൽ ആ ഉണങ്ങിയതിൻ്റെ പാടുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി ഒരു പ്രയാസവുമില്ല. അതിന് യേശു കർത്താവ് അമ്മച്ചിക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുകയാണ്. അമ്മ ആ കാലൊന്ന് കാണിച്ചേ അമ്മ. വലത്തെ കാലാണ്. ആ പാദത്തിന്റെ അവിടെ നമുക്ക് അതിന്റെ പാട് മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. പൂർണ്ണമായിട്ട് ഉണങ്ങിയ ഏതാണ്ട് 6 മാസത്തോളം. 6 മാസം ഇരുന്ന് നിരങ്ങി, എനിക്ക് ഒന്നിനും പറ്റില്ല, നടക്കണമെങ്കിൽ പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ ഇരുന്ന് നിരങ്ങും. വല്ല ആവശ്യങ്ങൾ കുളിക്കാൻ പോവുകയും കാല് മേപ്പെട്ട് വെച്ച് കുളിക്കും. അങ്ങനെ ഞാൻ 6 മാസം ഇരുന്ന് നിരങ്ങി. അപ്പോഴാണ് ഞാൻ TV-യിൽ ഈ പ്രോഗ്രാം കണ്ടത്. ഡാമിയിലും ബ്രദർ ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥനയുടെ സമയത്ത് അവസാന നേരത്ത് പറഞ്ഞു, ചുടുവെള്ളം കാലുമ വീണിട്ട് പൊള്ളിരിക്കുന്ന ഒരു അമ്മച്ചി, കർത്താവുമായി അമ്മച്ചി ഭയങ്കരമായിട്ട് വേദനിക്കുന്ന ഒരു അമ്മച്ചീനെ കർത്താവ് ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എനിക്ക് തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ യേശുവിനെ വിളിച്ചു. യേശുവേ, എനിക്ക് തന്നെയാണല്ലോ എന്നെ ദൈവനെ എടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ കണ്ടിട്ട് കാലും വന്നിട്ട് എന്തോ ഒരു സാധനം അങ്ങനെ ഇറങ്ങിപ്പോയ മരി തോന്നി. ഞാനങ്ങനെ അവിടെ പതുക്കെ എനിക്ക് ഞാൻ ഈ കാലിങ്ങനെ പതുക്കെ ഇങ്ങനെ ചവിട്ടും. അപ്പം എല്ലാവരും മക്കൾ വന്ന് കൈ പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കൈ പിടിക്കണ്ട, ഞാൻ പതുക്കെ ചവിട്ടി നോക്കട്ടെ. പതുക്കെ ചവിട്ടി ഇങ്ങനെ നടന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മുതൽ നടക്കാൻ തുടങ്ങി. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്റെ കാലുമിട്ട് എല്ലാതും എന്റെ കർത്താവ് എനിക്ക് എടുത്ത് മാറ്റി തന്നു. ഇപ്പൊ എത്ര നാളായി അമ്മ ഇത് മാറിപ്പോയിട്ട്? 1 കൊല്ലായി. 1 വർഷമായി. 1 വർഷമായി. എനിക്ക് ഒരിക്കലും അന്ന് സാക്ഷ്യം പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഈ TV എന്നും കാണുന്ന ആളാ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കും, ദൈവമേ എനിക്കിതിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് എവിടെ ഇടം കിട്ടാൻ. എനിക്ക് അവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടെന്ന് ഞാൻ ദൈവത്തിനോട് നന്ദി അപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇവിടെ വന്നു. ഇന്നലെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും ഞാൻ പറയണല്ലേ, എൻ്റെ കേട് പറയാൻ. അപ്പം എനിക്ക് ദൈവം കാണിച്ചു, പറയാതിരിക്കരുതെന്ന് കാണിച്ചു. പറയാതിരിക്കരുത് ദൈവം പറഞ്ഞു. ഇതുപോലെ സാക്ഷ്യമുള്ള അനുഭവമുള്ള ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ അനുഭവമുള്ള പലരും ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ ഈ പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും.
നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ് എന്ന് യേശു നിങ്ങൾക്കൊരു അനുഭവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പറയാനായിട്ട് ഒരിക്കലും മടിക്കരുത്. 10 കുഷ്ഠരോഗികളിൽ യേശു കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ 2 പേർ വന്ന് മാത്രമാണ് യേശുവിനോട് നന്ദി പറഞ്ഞത്, റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് സൗഖ്യം കർത്താവ് നൽകി കഴിയുമ്പോൾ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നന്ദിയുടെ സൂചകമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ അമ്മയ്ക്ക് അത് ചെയ്യാനുള്ള, ഇവിടെ വന്ന് പറയാനുള്ളൊരു ഭാഗ്യം യേശു കർത്താവ് കൊടുത്തിരിക്കുകയാണ്. എത്ര പേർ കൈകൾ നീട്ടി അമ്മയെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മകളെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി, വിടുതലിനായി നന്ദി, ആത്മാവിൻ്റെ സാന്നിധ്യത്തിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ. കർത്താവെ, രോഗികളായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരം ഇപ്പോൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആണിപ്പഴുതുള്ള കരങ്ങൾ വെച്ച് ഓരോരുത്തരെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിവിധ രീതിയിലുള്ള മാരക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. വളരെ സ്പെസിഫിക്കായി കർത്താവ് കാണിക്കുന്നത് നട്ടെല്ലിന് തകരാറുള്ള വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. നട്ടെല്ലിലുള്ള പൊട്ടലോ അല്ലെങ്കിൽ നട്ടെല്ലിനോടനുബന്ധിച്ചുള്ള ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ, ഒരുപക്ഷെ ഡിസ്കുകളുടെ കംപ്രഷനാകാം, ഡിസ്കുകൾ പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്നതാകാം, നിര തെറ്റിയിരിക്കുന്നതാകാം, എന്തുമായിക്കോട്ടെ, ബാക്ക് പെയിൻ അനുഭവിക്കുകയും നട്ടെല്ലിന് പ്രയാസം ഉള്ളതുമായ സകലരുടെ മേലും കർത്താവ് നിൻ്റെ രോഗസൗഖ്യത്തെ അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയൊരു പ്രേരണ എൻ്റെ അകത്തുണ്ട്. മദ്യപാനത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ, അപ്പനമ്മമാർ, അവരൊക്കെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ മദ്യപാനമെന്ന ആ വലിയ വിപത്ത് യേശു കർത്താവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വലിയ വിടുതൽ കർത്താവെ അങ്ങ് കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയും. ആ അഡിക്ഷനിൽ നിന്നും സ്വതന്ത്രമാക്കിയതിനാൽ നന്ദി. മദ്യപാനം മൂലം സാമ്പത്തികമായി തകർച്ച അനുഭവിക്കുന്നവർ, വീടുകൾ നഷ്ടപ്പെട്ടവർ, വലിയ കടബാധ്യതയിലായിരിക്കുന്നവർ, പലിശക്കടം ഉള്ളവർ, അവരൊക്കെ അതിൽ നിന്ന് വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോട് ചേർന്ന് പുകവലി, ഡ്രഗ്സ്, ഇതിനൊക്കെ അടിമകളായവരും യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. മാനസിക രോഗത്തിന് അടിമകളായ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എനിക്ക് ഉള്ളിലൊരു പ്രേരണ നൽകുന്നു. സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലോ പ്രയാസങ്ങളായിരിക്കുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. പല നിലകളിലുള്ള ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രയാസമുള്ളത്, കുഴപ്പമുള്ളത് ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിലുള്ളൊരു വലിയ വിടുതൽ അവർക്ക് ഉണ്ടാകട്ടെ. അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യൂട്രസിനകത്തുള്ള മുഴകൾ മാറിപ്പോകട്ടെ. ഫൈൽസ് രോഗം സൗഖ്യമാകട്ടെ. അതുപോലെ അസ്ഥികൾക്കകത്ത് മജ്ജയിലുള്ള തകരാറുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവികമായ എല്ലാ വിടുതലുകൾക്കുമായി ഈ സമയത്ത് നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് അടൂരിലാണ്. നാളെ പെരുമ്പാവൂരിൽ നടക്കുന്നു. ഇതിൽ രണ്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, മാസങ്ങളിൽ ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. നിങ്ങളെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. പ്ലീസ് ഡു കം. അതുകൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും ബ്ലെസ്സിംഗ് സെൻറ്ററുകളിൽ ആത്മീയമായി കൂടുതൽ വളരുവാൻ, കൂടുതൽ വചനം പഠിക്കുവാൻ, അപ്പോൾ തന്നെ രോഗസൗഖ്യങ്ങളും വിടുതലുകളും സ്വീകരിക്കുവാൻ ബ്ലെസ്സിംഗ് സെൻറ്ററുകൾ ഒത്തിരി സ്ഥലങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്ക് കൂടെ നിങ്ങളെല്ലാവരെയും വ്യക്തിപരമായി വീട്ടിൽ വന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരു ഞായറാഴ്ചയല്ലേ കിട്ടുന്നത്, അന്ന് ഞങ്ങളൊന്ന് ആ അവധി ഒന്ന് ആഘോഷിച്ചോട്ടെ എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ എല്ലാ ദിവസവും നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ
1-2 മണിക്കൂർ ആ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അത് ദൈവത്തോടുള്ള വലിയൊരു നന്ദികേടാണ്. അതുകൊണ്ട് ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് വരണം, അതിലൂടെയും ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രാർത്ഥനാ ഡയറി, മൈ പ്രയർ ഡയറി എന്ന ഈ പുസ്തകമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇത് അവൈലബിൾ ആണ്. ലോകം എമ്പാടും അനേകരുടെ പ്രാർത്ഥന ജീവിതത്തിനെ ഒത്തിരി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. നിങ്ങൾക്കിതിൻ്റെ കോപ്പികൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടുക. എന്ന് മാത്രമല്ല, ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കും. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ കാണാം. ബ്ലെസ്സിങ് ടുഡേയിലൂടെ തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ ഞായറാഴ്ച കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ഈ ആഴ്ചയിൽ തൃശ്ശൂർ മെഗാ ഫെസ്റ്റിവലിൽ നിന്നുള്ള സന്ദേശങ്ങളും വിവിധ പ്രോഗ്രാമുകളും അതുപോലെ മിറക്കിൾസ് ടുഡേ ടെസ്റ്റിമണീസുമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ബൈബിൾ അരിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശുവിന്റെ ക്രൂശീകരണ സമയത്തെ നാടുവാഴി ആരായിരുന്നു? Who was the governor at the time of Jesus' crucifixion? Options: A. Caiapha, B. Heroda, C. Hannah, D. Pilatus. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM Books ആണ്.